നമ്മുടെ പെൺകുട്ടികൾ ചോദിക്കുന്നത് എന്തിനാണ് ഒരു വിവാഹം? സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു കൊടുക്കണം, വിവാഹം കൊണ്ട് കിട്ടുന്നത് മറ്റൊന്നുകൊണ്ടും കിട്ടില്ല. വിവാഹം കൊണ്ട് കിട്ടുന്നത് മറ്റൊന്നുകൊണ്ടും കിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞൊരു ദിവസം ഞാൻ പരിചയപ്പെട്ടു, കൈയില്ല കുട്ടിക്ക്, കാലില്ല കുട്ടിക്ക്, അവന് കിടക്കാൻ മാത്രമേ പറ്റൂ. അത്രമാത്രം ഡിസബിലിറ്റിയുടെ ആളാണ്. ഒരൊന്നുമില്ല, ഇങ്ങനെ കിടക്കാനേ പറ്റൂ. കുറേ സമയം അവനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവൻ എന്നും എന്നെ ഫോൺ വിളിക്കും. അപ്പൊ ഇന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വിവാഹം കഴിക്കണം എന്ന്. ഇന്നെ ആരെങ്കിലും സ്വീകരിക്കുമെന്നാണ്. ചോദിച്ചാൽ എന്ത് വിവാഹം കഴിക്കണമെന്ന് മോൻ ചിന്തിക്കാൻ കാരണം? അപ്പൊ അവൻ പറഞ്ഞു, വിവാഹം കഴിക്കാതെ എങ്ങനെ ജീവിക്കും? എന്റെ ഉമ്മയാണ്, 65 വയസ്സായ ഉമ്മയാണ് ഞാൻ ബാത്റൂമിൽ പോയാൽ കഴുകിത്തരുന്നത്, എന്റെ വായിൽ ഭക്ഷണം വെച്ച് തരുന്നത്. എന്റെ ഈ സ്വകാര്യതകൾ ഉമ്മ കണ്ണടച്ചാൽ ആരുണ്ട് എനിക്ക് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയുണ്ട് സുഹൃത്തുക്കളെ? കൂടെ ഒരാൾ എല്ലാ രഹസ്യങ്ങൾക്കും കാവലായി, ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിന്റെയും പാതിയായി ഒരാൾ വേണം. നമ്മുടെ പെൺകുട്ടിയൊക്കെ അറിയില്ല. ഉമ്മാരെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് അവളോട് പറയണം. നിങ്ങൾക്ക് അറിയോ, വിവാഹം കഴിക്കണമെന്ന് 25-കാരിയായ പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താൻ മണിക്കൂറുകളോളം അവൾക്ക് മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നു ഇന്ന് കൗൺസിലർമാർ. ഒരു ഉമ്മയോട് ഞാൻ പറഞ്ഞു, 26 കൊല്ലം മകളായി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് വിവാഹത്തിലൂടെ മാത്രമേ മോളെ നല്ലൊരു ജീവിതമുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉമ്മ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. അത് 25 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. സുഹൃത്തുക്കളെ, വിവാഹം കൊണ്ട് കിട്ടുന്നത് മറ്റൊന്നുകൊണ്ട് കിട്ടില്ല. എന്താ മറ്റൊന്ന്? നിങ്ങൾക്കറിയാലോ, നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും എന്താന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലുള്ള ഇടങ്ങേറൊക്കെ മറ്റുള്ളവരോട് പറയാൻ. അപ്പൊ സുഹൃത്തുക്കളെ, പറയാൻ എത്ര ആളുണ്ട്? വാപ്പല്ലേ പറയാൻ, ഉമ്മല്ലേ പറയാൻ, സുഹൃത്തുക്കളില്ലേ, കൂട്ടുകാരില്ലേ? എന്താ പിന്നെ എന്തേ സഹോദര, കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ രാത്രി ഉറങ്ങാതെ ലൈറ്റ് അണക്കാതെ വർത്തമാനം പറഞ്ഞു കിടന്നത് എന്തുകൊണ്ടാണ് വർത്തമാനം പറഞ്ഞു കിടന്നത്? ഉമ്മയുണ്ടായിരുന്നില്ലേ, വാപ്പയുണ്ടായിരുന്നില്ലേ? വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനോട്, പ്രിയതമനോട് പറയുവാനുള്ള സ്വകാര്യതകളെ ഒരു 19 വയസ്സ് വരെ ആ പെൺകുട്ടി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതവൾക്ക് പറയണം. അവനും പറയാനുണ്ട് 25 കൊല്ലത്തെ ജീവിതം. അവർക്ക് തമ്മിൽ മാത്രമേ അത് പറയാനാവൂ. അത് ഉമ്മനോട് പറയാൻ പറ്റൂല, അത് വാപ്പനോട് പറയാൻ പറ്റൂല, സുഹൃത്തുക്കളോട് പറയാൻ പറ്റൂല. അപ്പോൾ മനസ്സിലുള്ളത് പറയാൻ ഒരാൾ വേണം. അതാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. ആണിനെയും പെണ്ണിനെയും അള്ളാഹു അത്ഭുതകരമായ പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ട് ഒപ്പം വിട്ടത് എന്തിനാ അറിയോ? ലിതസ്കുനൂ ഇലൈഹ, അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി. സുഹൃത്തുക്കളെ, എല്ലാം അവിടുന്ന് കിട്ടുള്ളൂ. ഒരാൾ നമ്മുടെ കൂടെ നിന്ന് പോരാൻ ഭാര്യക്കും ഭർത്താവിനെ പറ്റുള്ളൂ. ഹൃദയം തുറന്ന് സ്നേഹം പങ്കിട്ട് ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ഇണ വേണം.